ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻകൃപയെ ഒഴുകി അടിയേനിൽ പെരുകണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി 2-ാം സങ്കീർത്തനം 6-ാം വാക്യം. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴ്ചിരിക്കുന്നു. സിയോൻ ദൈവത്തിൻ്റെ അധിവാസ സ്ഥാനമായി തിരഞ്ഞെടുത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സിയോൻ പർവ്വതം വിശുദ്ധ പർവ്വതമായി ദൈവം വസിക്കുന്ന ഇടമായി കാണുന്നു. അധികാരം ദൈവത്തിനുള്ളതും ദൈവബന്ധത്തിൽ മാത്രമുള്ളതുമാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ആരൂഢരാകുന്നവർ ദൈവത്തിൻ്റെ അഭിഷിക്തരാണ്. ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് അവർ രാജ്യം ഭരിക്കേണ്ടത്. ഇവിടെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം തന്റെ ജനത്തിനു വേണ്ടി വിശുദ്ധ പർവ്വതമായ സിയോനിൽ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്നാണ്. പ്രിയ സ്നേഹിതരെ, രാജാവിനെ വാഴിക്കുന്നവനും മാറ്റുന്നവനും കർത്താവും രാജാതി രാജാവുമായ ദൈവമാണ്. കാലങ്ങൾ മാറിയാലും സമ്പ്രദായങ്ങൾ മാറിയാലും അധികാരവും പദവിയും അവൻ്റെ കയ്യിലാണ്. അവനിൽ നമുക്ക് ശരണപ്പെടാം, പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും അധിപതിയായവനെ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.